ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കഥ കേൾക്കാം. ഒരിക്കൽ ഒരു ബിഷപ്പ് കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഒറ്റയ്ക്കൊരു മുറി ലഭിക്കാഞ്ഞതിനാൽ 2 പേരുള്ള ഒരു മുറിയിലാണ് അദ്ദേഹം താമസിച്ചത്. തൻ്റെ സഹയാത്രക്കാരനെ കണ്ടപ്പോൾ ഭീകരനായ ഒരു ആക്രമിയായിട്ടാണ് ബിഷപ്പിന് തോന്നിയത്. മറ്റേ ആൾക്കോ കുപ്പായമിടാത്ത ഈ ബിഷപ്പിനെ കണ്ടപ്പോൾ ഒരു ഗുസ്തിക്കാരനും കായിക അഭ്യാസിയുമാണെന്നാണ് തോന്നിയത്. 2 പേരും കുറേ സമയം തമ്മിൽ സംസാരിക്കാതെ കഴിഞ്ഞുകൂടി. യാത്ര തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ പുരോഹിതൻ കപ്പൽ പ്രമാണിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, എൻ്റെ കൂടെയുള്ള ആളെ എനിക്ക് തീരെ ഇഷ്ടമല്ല. അവൻ അത്ര നല്ലവനാണെന്ന് തോന്നുന്നില്ല. ഏതായാലും എൻ്റെ വില കൂടിയ വാച്ചും സ്വർണ്ണാഭരണങ്ങളും പണവും ഒക്കെ താങ്കളെ ഏൽപ്പിക്കാം. അതിവിടെ സൂക്ഷിച്ചാൽ മതി, പിന്നീട് ഞാൻ വാങ്ങിക്കൊള്ളാമെന്ന്. ഉടനെ അയാൾ പറഞ്ഞു, നിങ്ങളുടെ സഹയാത്രികാരനും കുറേ സമയം മുമ്പ് ഇവിടെ വന്ന് തൻ്റെ വില പിടിച്ച വസ്തുക്കളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. നിങ്ങളെക്കുറിച്ചും അയാൾ താങ്കൾ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. ബിഷപ്പ് ഇത് കേട്ട് തലകുനിച്ചു. അയാൾ മുറിയിലെത്തി സഹയാത്രികനെ തന്നെ പരിചയപ്പെടുത്തി താനൊരു ബിഷപ്പാണെന്നും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഒരു സുവിശേഷകനായിരുന്ന മറ്റേ വ്യക്തി സോറി പറഞ്ഞു. 2 പേരും അതിനുശേഷം വളരെ സന്തോഷത്തോടെ സമയം ചെലവഴിച്ചു. എന്താണ് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മെ എല്ലാം കീഴടക്കുന്ന ഒരു ദുശീലമാണ് മുൻവിധി. നന്മയേക്കാൾ അധികം തിന്മയാണ് മുൻവിധി വരുത്തി വയ്ക്കുന്നത്. അത് മാനുഷിക ബന്ധങ്ങളെ ഉലയ്ക്കും. വിദ്വേഷം വിതച്ച് വൈരാഗ്യം വളർത്തും. നമ്മുടെ കണ്ണുകളെ കുരുടാക്കിക്കളയും. എന്താണ് ഇനി പ്രതിവിധി? പക്വതയാർന്ന മനസ്സും ഹൃദയവിശാലതയും സത്യം ഗ്രഹിക്കാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹവും ആർജിക്കുകയാണ് ആവശ്യം. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിനെ വിധിക്കരുതെന്ന്. മുൻവിധിയുടെ മാറാല മാറിക്കിട്ടാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ നമുക്ക് സ്വച്ഛമായി സൂക്ഷിക്കുവാൻ ശ്രമിക്കാം. അതിന് ദൈവം നമുക്ക് ഹൃദയവിശാലതയുള്ളവരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്കിവിടെ അവസാനിപ്പിക്കാം.